നമസ്കാരം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എന്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയ ഒരു കാര്യമാണ്. ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി മാറാനുള്ള ഒരു കാര്യം കൂടിയാണ്. എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവർക്കും കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞു വാവ വലിയൊരു ആഗ്രഹമല്ലേ, ഇല്ലേ? അതില്ലാത്തവരില്ല, അല്ലെ? നമ്മുടെ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ വളർത്താനുള്ള നമ്മുടെ സ്വത്തിന് അവകാശം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വേണോ അതൊക്കെ പൂർണ്ണമാവുന്നത്, ഒരു കുടുംബജീവിതം പൂർണ്ണമാവുന്നത് കൊച്ചുങ്ങളാവുന്ന സമയത്താണ്, അല്ലെ? ശരിക്കും 8 വർഷം കല്യാണം കഴിഞ്ഞ് കുട്ടികളാവാതെ 8 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം IUI ചെയ്തിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യം IVF ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഫെയിലായി നിൽക്കുന്ന സമയത്ത്, ശരിക്കും പറഞ്ഞാൽ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മോദി കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായത്. അപ്പോ കുറെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചതാണ്. എനിക്ക് വേറെയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ സോൾവ് ആയത് മോദി കെയറിലെ സപ്ലിമെന്റ് കഴിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് സമയത്തായിരുന്നു IVF 2ാമത്തെ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടും കൂടെ വെയിറ്റ് ചെയ്തു, അതും ഫെയിലായി. ഏകദേശം ഒരു 10-15 ലക്ഷം രൂപയോളം ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് ചെലവാക്കിയ ഒരാളാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പല ആളുകളും ചോദിക്കും, ഇതൊന്നും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതല്ലല്ലോ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ പറയുന്ന നിങ്ങൾ ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 30 വർഷം അല്ലെങ്കിൽ 20 വർഷം മുന്നേ പിറകിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഹോസ്പിറ്റലുകൾ വളരെ കുറവായിരുന്നു, 1-2 ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ? അവിടുത്തെ ട്രീറ്റ്മെന്റ് രീതികൾ എങ്ങനെയാ? അതായത് എല്ലാത്തിനും ഒരു ഡോക്ടറോ 2 ഡോക്ടറൊക്കെ ആയിരുന്നു. ഇന്നോ എല്ലാത്തിനും സെപ്പറേറ്റ് ഡോക്ടേഴ്സാണ്, അല്ലെ? അതേപോലെ സെപ്പറേറ്റ് ഹോസ്പിറ്റലുകളാണ്. അതായത് ഹാർട്ടിന് വേറെ, കരളിന് വേറെ, കിഡ്നിക്ക് വേറെ, അതേപോലെ കുട്ടികളാവാത്തതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ IVF വേണ്ടി മാത്രമായിട്ട് ഹോസ്പിറ്റലുകൾ. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ആ സമയത്ത് നമ്മുടെ ഭക്ഷണ രീതികൾ 6 മാസം മണ്ണിന്റെ അടിയിലും 6 മാസം മണ്ണിന് മേലെയായിരുന്നു. അതായത് ചേന ചേമ്പ് കിഴങ്ങ് കാവത്തൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചക്ക മാങ്ങ കാലം വരുന്ന സമയത്ത് ഇതും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ നമ്മുടെ ന്യൂ ജനറേഷന്റെ ഭക്ഷണ രീതികൾ മൊത്തം മാറി, അല്ലെ? അപ്പൊ എന്താ സംഭവിച്ചത്? ഹോട്ടൽ ഫുഡിലേക്ക്, അതായത് ഫാസ്റ്റ് ഫുഡ് യുഗത്തിലേക്ക് മാറിയ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഓൾറെഡി വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. എന്താണെന്നറിയോ? പ്രോട്ടീൻ, കാൽഷ്യം, അയൺ, വിറ്റാമിൻ, മിനറൽസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതൊന്നും വേണ്ട രീതിയിൽ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, എന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ എന്റെ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് 500 രൂപ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. 1000 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും, ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിനുള്ള റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിലുണ്ടെങ്കിൽ മാത്രമേ, എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബ്ലഡിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ കാൽഷ്യം വേണം. ഈ കാൽഷ്യം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ, പണ്ട് നമ്മൾ ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുമായിരുന്നു, ഇല്ലേ? താളിപ്പ് എന്നൊക്കെ പറയും, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ നന്നായിട്ട് കഴിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇലക്കറി നന്നായിട്ട് കഴിക്കുകയും സൂര്യപ്രകാശം കൊള്ളുകയും ചെയ്യുന്ന സമയത്ത് വിറ്റാമിൻ D കൂടെ കിട്ടുമ്പോൾ ഈ കാൽഷ്യം നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ ശരീരത്തിന് സാധിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ കാൽഷ്യം ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇലക്കറികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? അപ്പൊ നമ്മുടെ ജീവിത രീതിയിൽ മൊത്തം വന്ന ചേഞ്ച് ആണ് ആക്ച്വലി ഈ പ്രോബ്ലംസിനൊക്കെ കാരണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഒരു പാക്കേജ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ, കാൽഷ്യം, അയൺ, വിറ്റാമിൻ, മിനറൽസ്, ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് നമ്മുടെ ശരീരത്തിൽ സോൾവ് ആയാൽ മാത്രമാണ് നമുക്ക് ശരിയായ റിസൾട്ട് ഉണ്ടാവും. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഇംഗ്ലീഷ് മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അതിന് ഒരുപക്ഷെ സൈഡ് എഫക്റ്റുകൾ വന്നേക്കാം, വരാതിരിക്കാം, എനിക്കറിയില്ല. ഞാൻ കുറെ മെഡിസിൻ കഴിച്ചിരുന്നു. IVF ട്രീറ്റ്മെന്റിലേക്കൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളാണ്. അതായത് വൈഫിന്റെ 2 കാൽത്തൊടകളിലും ഇഞ്ചക്ഷൻ, മാറി ഇഞ്ചക്ഷൻ. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഡോക്ടർ നിങ്ങൾ തന്നെ ചെയ്താൽ മതി, പക്ഷെ എന്നെ കൊണ്ട് ഇത് കുത്താൻ പറ്റുന്നില്ല. നമ്മൾ ഡോക്ടർ അല്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷെ അതുകൊണ്ട് പുറത്തു പോയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഞാൻ പറഞ്ഞ ഒരുപാട് റിസ്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ നമ്മുടെ ജീവിത രീതി മാറിയത് കൊണ്ടല്ലേ ഇതുപോലത്തെ സെപ്പറേറ്റ് ഹോസ്പിറ്റലിൽ വന്നു, അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോദി കെയറിന് കുറച്ച് പ്രോഡക്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ആണ് നോനി ജ്യൂസ്. എന്താണ് നോനി ജ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊളസ്ട്രോൾ, കൊഴുപ്പ്, വിഷാംശങ്ങളൊക്കെ കംപ്ലീറ്റ് പുറന്തള്ളാൻ കഴിവുള്ള, ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിനെയൊക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ കഴിവുള്ള, അതേപോലെ ക്യാൻസറിനെ, ഹാർട്ട് അറ്റാക്കിനെയൊക്കെ തടുക്കാൻ കഴിവുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ നോനി ജ്യൂസ്. ഓക്കെ,
അത് രാവിലെ കഴിക്കേണ്ട രീതിയൊക്കെ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അത് ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ആദ്യത്തെ 5 ml, 10 ml, 15 ml അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് 20 ml മുതൽ 30 ml വരെ നിങ്ങൾക്ക് അത് കഴിക്കാം. ഓക്കെ. ഇതിനുശേഷം രണ്ടാമത് കഴിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഓൾ പ്ലാന്റ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ പൗഡർ നിങ്ങൾ രാവിലെയും കഴിക്കാം, രാത്രിയും കഴിക്കാം, ഫുഡിന്റെ കൂടെയും കഴിക്കാം, ഫുഡിൽ ഇട്ടിട്ടും കഴിക്കാം, എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. കാരണം 300 ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂടാകുമ്പോൾ മാത്രമാണ് ഇതിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുള്ളൂ. അപ്പൊ അത്രയും ഹീറ്റ് ആക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കി കഴിക്കാം, പാലിൽ കഴിക്കാം, ചായ, കാപ്പി, മദ്യം ഈ 3 സാധനത്തിൽ ഇത് കഴിക്കാൻ പാടില്ല. ക്ലിയർ? അപ്പൊ ഈ പ്രോട്ടീൻ വളരെ നല്ല ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കഴിക്കാം. അടുത്തതാണ് മൾട്ടി മിനറൽ എന്ന് പറയും. ആ ഒരു വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും എല്ലാ പോരായ്മകളും പരിഹരിക്കാൻ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു മൾട്ടിവിറ്റാമിൻ കഴിക്കാം. പിന്നെ കഴിക്കേണ്ടതാണ് ഫ്ലാക്സ് ഓയിൽ എന്ന് പറഞ്ഞാൽ omega-3, omega-6, omega-9 ആണ്. ഇതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മള് ഷുഗർ ഒക്കെ കൂടാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്ട്സ് ആണ്. അതായത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനൊക്കെ ഒഴിവാക്കാൻ. omega-3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മീനെണ്ണ കുളിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ചില ചെറുമത്സ്യങ്ങളിലൊക്കെ കൂടുതലുള്ള ഒരു സംഭവമാണ്. ഇത് ഫ്ലാക്സ് ഓയിലാണ്. ഫ്ലാക്സിൽ നിന്ന് എടുക്കുന്ന ഓയിലാണ്. രാവിലെ ഒന്നും, ഉച്ചയ്ക്കൊന്നും, വൈകിട്ടൊന്നും കഴിക്കാം. സമയമൊന്നും പ്രശ്നമില്ല. ഫുഡിന് ശേഷം, ഫുഡിന് മുന്നേ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാൽഷ്യം. ഇതിൽ കാൽഷ്യം പ്ലസ് മാഗ്നീഷ്യം പ്ലസ് വിറ്റാമിൻ ഡി ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം ഇത് ഫുള്ളായിട്ട് അബ്സർവ് ചെയ്യും. ക്ലിയർ ആണ്? അപ്പോ ചില ആളുകൾ ചോദിക്കും പ്രോട്ടീൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ, പ്രോട്ടീൻ കഴിച്ചാൽ തടി കൂടില്ല? ഒരിക്കലും ഇല്ല. നമ്മുടെ ശരീരത്തിന് നമ്മൾ എത്ര കിലോ വെയിറ്റ് ഉണ്ടോ, 60 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി കഴിക്കണം. ക്ലിയർ ആയി? ഇത് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അബ്സർവ് ചെയ്യാൻ പറ്റുന്ന, വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോട്ടീൻ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ഒരു 3 ഐറ്റം പ്രോട്ടീൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിനകത്ത് ഉണ്ട് ഓൾറെഡി പ്രോട്ടീന്റെ ഡീറ്റെയിൽ. അതേപോലെ കാൽഷ്യം കഴിക്കേണ്ടത് രാവിലെ ഒന്ന് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം, ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കുക. ഇങ്ങനെ 2 കാൽഷ്യം കഴിക്കാം. നോർമൽ ഒരു വ്യക്തി കഴിക്കേണ്ട കാൽഷ്യമാണ് ഇതിനകത്ത് 1 കഴിച്ചാൽ മതി. പക്ഷെ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അധികം ചെല്ലേണ്ടതുള്ളത് കൊണ്ട് രാവിലെ ഒന്നും ഉച്ചയ്ക്കൊന്നും കാൽഷ്യം കഴിക്കാം. അതേപോലെ മൾട്ടിവിറ്റാമിനും ഫ്ലാക്സ് ഓയിലും ഓൾ പ്ലാന്റും നോനിയും ഞാൻ പറഞ്ഞു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പ്രോഡക്ട്സുകൾ കൂടിയുണ്ട്. ഇതിലൊന്നാണ് കൊറിയൻ റെഡ് ജിൻസൺ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ജിൻസൺ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഹാർട്ട് പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന മെഡിസിൻസിലൊക്കെ ഈ ജിൻസണിന്റെ ചെറിയ അളവുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് റേറ്റും കൂടുതലാണ്. ഓക്കെ. ഇത് കൊറിയയിലാണ് ഏറ്റവും നല്ല ജിൻസൺ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് കൊറിയൻ റെഡ് ജിൻസൺ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ ഇറക്കുന്നത്. അപ്പൊ ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത നമുക്ക് ക്ഷീണം കുറെ കുറയും. നമ്മളെല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? പല മേഖലകളിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ടയർഡാണ്. ശരിയല്ലേ? അപ്പൊ ആ ഒരു ടയർഡ്നെസ് മാറ്റാൻ വേണ്ടി, ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി, ഒരു എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്ട്സ് ആണ് കൊറിയൻ റെഡ് ജിൻസൺ. ഇത് 2 പേരും ഞാൻ ഈ പറയുന്ന എല്ലാ സപ്ലിമെന്റ്സും ഒരിക്കലും മരുന്നല്ല. ഇതൊക്കെ ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. നമ്മുടെ ഫുഡിലെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് ആണ്. ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ക്ഷീണമൊക്കെ മാറ്റി നല്ല എനർജറ്റിക് ആയിട്ട് മാറാൻ പറ്റും. അടുത്തതാണ് നമ്മുടെ മുതൽ പ്രോഡക്റ്റ് ശിലാജിത്ത് ഗോൾഡ് ആണ്. ഇത് മെയിൻ ആയിട്ട് ഇതിലൊരു കണ്ടന്റ് എന്ന് പറയുന്നത് കന്മദമാണ്. ഹിമാചൽ പ്രദേശിലെ പാറയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ് കന്മദം എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം സഫേദ് മുസ്ലി, കുങ്കുമപ്പൂവ്, അതേപോലെ നായ്ക്കൊർണപ്പരിപ്പ് ഇങ്ങനെ അടങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളൊക്കെ കുറച്ച് ഉൽപ്പന്നങ്ങളും കൂടെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഗുണം 2-3 കാര്യങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നുണ്ട്. ഒന്ന്, ബലക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. സെമന്റ് കൗണ്ടിന്റെ അളവ് നന്നായിട്ട് കൂട്ടുന്നുണ്ട്. സെമന്റെ അളവും മൊത്തം കൂടും, കൗണ്ടും കൂടും. ഇങ്ങനെ 2 ഗുണങ്ങളും കൂടെ ഉണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ ബലക്കുറവ്, സമയക്കുറവ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ്. അല്ലാതെ ഈ ഒരു സംഭവം മാത്രമല്ല. അപ്പൊ നമ്മുടെ സെമൻ കൗണ്ട് എന്ന് പറയുന്നത് നോർമലി ഗർഭധാരണം നടക്കണമെന്നുണ്ടെങ്കിൽ പുരുഷ ബീജങ്ങളുടെ കൗണ്ട്, അത് നമ്മളെ ബ്ലഡിന്റെ ഒക്കെ കൗണ്ട് പറയുന്ന പോലെ ഒരു റേഞ്ച് ഉണ്ട്. ഇത്ര മുതൽ ഇത്ര വരെ അല്ലെ, 12 മുതൽ 15, 16 വരെ എന്ന് പറയല്ലേ ഹിമോഗ്ലോബിന്റെ അളവ്. അതേപോലെ നമ്മളെ ബ്ലഡ് പ്രഷർ പറയാറില്ലേ, നമ്മുടെ കയ്യിലൊക്കെ ചിറ്റിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു സെമൻ കൗണ്ട് ഉണ്ട്. അത് 35 മില്യൺ ആണ് മിനിമം വേണ്ടത്. അപ്പോഴാണ് നോർമൽ ഗർഭധാരണം നടക്കുള്ളൂ. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. 35 മില്യൺ എന്ന് പറയുമ്പോൾ അത്രയും കോടാനുകോടികൾ അത്രയും ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് മാത്രമാണ് ഒന്ന് സെലക്ട് ചെയ്യപ്പെടുക, ഒരാളായിട്ട് സെലക്ട് ചെയ്യപ്പെടും. അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണോ നമ്മളൊക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത് സെമന്റെ അളവ് നന്നായിട്ട് കൂട്ടാനും കൗണ്ട് നന്നായിട്ട് കൂട്ടാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ ഈ ഉൽപ്പന്നം. അപ്പൊ നിങ്ങൾ ഇതൊരു പാക്കേജ് ആയിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവും. IVF അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ഇതിലേക്കൊക്കെ പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കുക. ചില ആൾക്കാർ ഒരു ബോട്ടിലൊക്കെ കഴിച്ചിട്ട് വരും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല സാർ,
ഞാൻ പറയുന്നു, നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു വന്ന ചുറ്റുപാടുകളിലൂടെ നിങ്ങളുടെ ശരീരത്തിന് കിട്ടേണ്ട ഈ പറഞ്ഞ പ്രോട്ടീൻ, കാൽഷ്യം തുടങ്ങിയിട്ടുള്ള ബേസ് ലെവൽ പ്രൊഡക്ട്സുകൾ പലതും നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന് കിട്ടിയില്ല. അപ്പൊ അതിനെ ആദ്യം പരിഹരിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ട് വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നല്ലൊരു എന്താ പറയാ ഫൗണ്ടേഷൻ ഉള്ളിടത്ത് മാത്രമേ നമുക്ക് നല്ല ബിൽഡിംഗ് കെട്ടാൻ പറ്റുള്ളൂ. ശരിയാണല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിന് വേണ്ട ഈ പോരായ്മകളൊക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൽ നിന്ന് അടുത്ത റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ഞാൻ എങ്ങനെയൊക്കെ കഴിക്കണം, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും കൂടെ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ട് ഈ വീഡിയോയുടെ താഴെയായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങൾ ഈ ഒരു ആരാണ് വീഡിയോ അയച്ചു തരുന്നത് അവരുമായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർക്കും നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. ഇനി ഇത് ഡിസ്കൗണ്ടിൽ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് ഒരു അപ് ടു 30% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ അത് നിങ്ങൾ ഈ വീഡിയോ അയച്ചു തരുന്ന ആളുമായിട്ട് നിങ്ങൾ വന്നിരുന്ന് സംസാരിക്കുക. അപ്പൊ നല്ല ലൈഫ് ഏതൊക്കെ ആളുകളാണോ ഇത് കാണുന്നത് എനിക്കറിയില്ല. എന്തായാലും കാണുന്ന ആളുകൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് ഒരു വലിയ തരംഗമായിട്ട് മാറും. ഞാൻ പറയുന്നത് ഇപ്പോ IVF മാത്രമായിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകളുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് മോദിക്കേറിന്റെ ഭാഗമായിട്ട് 3 വർഷമായി. എനിക്കിന്ന് 2 വയസ്സുള്ളൊരു മോളുമുണ്ട്, 8 മാസം പ്രായമായ ഒരു മോനുമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.